ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ RRB CMA 2025 ഇതിന്റെ നോട്ടിഫിക്കേഷനിങ് എത്താറായിട്ടുണ്ട്. അതായത് RRB Jയുടെ നോട്ടിഫിക്കേഷന്റെ കൂടെയാണ് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റിന്റെ ഈ ഒരു നോട്ടിഫിക്കേഷനും വരുന്നത്. അപ്പം ഈ മാസം 31-നാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആവുന്നത്. അപ്പം നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും നമ്മളോട് ചോദിച്ചൊരു കാര്യമാണ് ഇതിന്റെ സിലബസ് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇതിന്റെ സിലബസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എക്സാം പാറ്റേൺ പറയുമ്പോൾ CBT 1 ഉം CBT 2 ഉം ഉണ്ട്. CBT 1 നമുക്ക് ജെയ്ക്ക് ഉള്ളതുപോലെ തന്നെയുള്ള ടോപ്പിക്സ് തന്നെയാണ് CMAക്ക് ഉള്ളത്. CBT 1 കോമൺ ആണ് എല്ലാവർക്കും. അതായത് മാത്സ് ഉണ്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, ഇത്രയും സബ്ജക്ട്സുകളാണ് വരുന്നത്. അതിൽ മാത്സിന് 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 30 മാർക്കാണ് അതിന്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 25 ക്വസ്റ്റ്യൻസ്, 25 മാർക്ക്. ജനറൽ അവയർനെസ് 15 ക്വസ്റ്റ്യൻസ് ആണ്, 15 മാർക്ക്. അവിടെ കൂടുതലും കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ചോദിക്കുക. ജനറൽ സയൻസിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 30 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്കാണ്. 90 മിനിറ്റ്സ് ആയിരിക്കും ഇതിന്റെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ CBT 1 ക്ലിയർ ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് CBT 2ലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ CBT 1-നും ഇപ്പം CMAക്ക് മാത്രം തയ്യാറെടുക്കുന്നവർ CBT 2 നന്നായിട്ട് പഠിക്കാം, അതല്ലേ ടെക്നിക്കൽ കൂടുതൽ ചോദിക്കുന്നതെന്ന് കരുതി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CBT 1 ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും CBT 2 അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് CBT 1-നും CBT 2-നും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം ഇതാണ് എക്സാം പാറ്റേൺ CBT 1-ന്റെ എന്ന് പറയുന്നത്. നമ്മൾ CBT 2ലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും ജനറൽ അവയർനെസ് വരുന്നുണ്ട് 15 മാർക്കിന്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിലെ ടോപ്പിക്സ് വരുന്നുണ്ട് 15 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ 10 മാർക്ക്, 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 10 മാർക്കാണ്. അതേപോലെ ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടെക്നിക്കൽ എബിലിറ്റീസ്, ഈ ടെക്നിക്കൽ എബിലിറ്റീസിലാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ജെയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള. ഇപ്പോൾ CMAക്ക് അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങളുടെ പഠിച്ച BSc കെമിസ്ട്രി, BSc ഫിസിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ആ ടെക്നിക്കൽ എബിലിറ്റീസിൽ വരിക എന്ന് പറയുന്നത്. അത് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 100 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ്, 150 മാർക്കായിരിക്കും വരിക. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 120 മിനിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ടെക്നിക്കൽ എബിലിറ്റീസ്, അതായത് ആ 100 മാർക്കിന്റെ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് മെഷർമെന്റ്സ്, യൂണിറ്റ്സ്, ആക്യുറസി, എറേഴ്സ്, ലൈറ്റ് ഉണ്ട്, റിഫ്രാക്ഷൻ, ഇന്റർഫെറൻസ്, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, അതേപോലെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, അതേപോലെ സൗണ്ട്, മെക്കാനിക്സ്, മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി, മോഡേൺ ഫിസിക്സ്, അതേപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മാറ്റർ ആൻഡ് കെമിസ്ട്രി, സ്റ്റേറ്റ്സ്, റിയാക്ഷൻസ്, ആസിഡ്, ബേസസ്, അറ്റോമിക് സ്ട്രക്ചർ, അതേപോലെ എൻവയോൺമെന്റൽ കെമിസ്ട്രി, മെറ്റലർജി, പൊല്യൂഷൻ, മെറ്റൽ എക്സ്ട്രാക്ഷൻ, അലോയ്സ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് മെയിൻ ആയിട്ട് ടെക്നിക്കൽ എബിലിറ്റീസിൽ കണ്ടുവരുന്നത്. ഇതാണ് ഇതിന്റെ CBT 2-ൽ ടെക്നിക്കൽ എബിലിറ്റീസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നിങ്ങളുടെ +2-ലെ ഫിസിക്സ്, കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നിങ്ങൾ ബേസ് ആക്കിക്കൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾ ബേസ് തൊട്ട് തുടങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഡെപ്ത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ബേസ് ക്ലിയർ ആക്കിക്കൊണ്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സിലബസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ RRB CMAക്കായിട്ട് നമ്മൾ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.